അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ചിക്കൻ കറി ആയിട്ടാണ്. ആൽമണ്ട് ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചിക്കൻ മാരിനേഷൻ വെക്കാൻ ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 1/2 കപ്പോളം യോഗട്ട് ഞാൻ എടുക്കുന്നുണ്ട്. യോഗട്ട് ഇല്ലാന്നില്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, യോഗട്ട് ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. ഇതിനെ ഒരു 1 മണിക്കൂറോളം കവർ ചെയ്ത് നമ്മൾ മാരിനേഷൻ വെക്കണം. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഒരു 30 ബദാമാണ്. വെള്ളത്തിലിട്ട് വെച്ച് തൊലി കളഞ്ഞ് വെച്ചതാണ്. പിന്നെ 2 ഏലക്ക, പിന്നെ 2 സവാള വലുതായി മുറിച്ചാൽ മതിയാവും. അടുത്തതായി ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് സവാളയും ബദാമും ഏലക്കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളപ്പിച്ച് വറ്റിക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ബ്ലെൻഡറിലിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഒരു പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചൂടാക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് നമ്മുടെ ബദാമിൻ്റെ മിക്സ്ചർ ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റോളം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അടുത്തതായി ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ടേക്ക് നേരത്തെ മാരിനേഷൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തീ ചെറുതാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. ഇത് ചെറുതായി പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി മുകളിലായി വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൽമണ്ട് ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.